ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് മുൻപ് തന്നെ പക്ഷേ സൈനിക നടപടി പരിഗണനയിലാണ് എന്നും ട്രംപ് പറയുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള ആർത്തിയോടെ പ്രതികരിക്കുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആക്രമിച്ചാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടി നൽകുമെന്ന ഇറാൻ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. ഇത് മേഖലയിൽ വലിയ ആശങ്ക തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇറാനിൽ 2 ആഴ്ചയായി സർക്കാരിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കങ്ങളിൽ ഇതുവരെ 538 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയാണ് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ടവരിൽ 490 പേർ പ്രക്ഷോഭകാരികളും 48 പേർ ഇറാൻ സുരക്ഷാ സേനാംഗങ്ങളും ആണ് എന്നതാണ് മനസ്സിലാകുന്നത്. 10,000-ലധികം പേരെ ഭരണകൂടം തടവിലാക്കിയതായും കണക്കുകൾ പറയുന്നു. ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി ഈ മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനിലുടനീളം ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ യഥാർത്ഥ വിവരങ്ങൾ പുറം ലോകം അറിയാൻ വൈകുകയുമാണ്. 2022 നടന്ന പ്രക്ഷോഭ സമയത്ത് പിടിയിലായവരുടെ കണക്കുകൾ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി കൃത്യമായി പുറത്തുവിട്ടിരുന്നതിനാൽ ഈ കണക്കുകൾ ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് എന്നതാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സഹായം വേണമെങ്കിൽ തേടും എന്ന് പോലും പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. അവർ തമ്മിൽ മുടക്കി നിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. പക്ഷേ ഇറാനിലെ സാഹചര്യങ്ങളിൽ മസ്കിന്റെ സഹായം ആവശ്യമാണെങ്കിൽ അത് തേടും എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രക്ഷോഭകർക്കെതിരെ മാരകമായ ബലപ്രയോഗം തുടർന്നാൽ അമേരിക്ക ഇടപെടും എന്നതാണ് ട്രംപ് ഇന്നുയർത്തിയ ഭീഷണി. നേരത്തെ തന്നെ ട്രംപ് ഇക്കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. നിലവിലെ ഇറാനിലെ സ്ഥിതിഗതികൾ US സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം കൂടി വരുന്നു. സൈനിക ഇടപെടൽ ഉൾപ്പെടെയുള്ള ശക്തമായ നീക്കങ്ങൾ ആലോചിക്കുന്നതായാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏറെ ഗൗരവത്തോടെയാണ് ഇറാനിലെ സ്ഥിതിഗതികൾ തങ്ങൾ നോക്കിക്കാണുന്നതെന്ന് ട്രംപ് പറയുന്നു. ശക്തമായൊരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. ഇറാൻ നേതാവ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അവർ ചർച്ച ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം ട്രംപ് പറയുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്കുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ ആക്രമണത്തിനുള്ള തീരുമാനം ഉണ്ടായേക്കും എന്നതാണ് ട്രംപ് ഉയർത്തുന്ന ഭീഷണി. There seem to be some people killed that aren't supposed to be killed. These are violent. If you call them leaders, I don't know if they're leaders or just they rule through violence. But we're looking at it very seriously. The military is looking at it, and we're looking at some very strong options. We'll make a determination. ഓരോ മണിക്കൂറിലും ഇറാനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് തനിക്ക് വിവരം ലഭിക്കുന്നുണ്ടെന്നും ലക്ഷ്യത്തിലേക്ക് തങ്ങൾ എത്തിച്ചേരുമെന്നുമാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത്. ആക്രമിക്കാനുള്ള ലക്ഷ്യമാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. പ്രത്യാക്രമണം സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇറാൻ അത്തരത്തിൽ ആക്രമിച്ചാൽ മുമ്പെങ്ങും കാണാത്ത രീതിയിൽ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. അതേസമയം വലിയ മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് ഇറാൻ ഇതിനോടകം നൽകിയിട്ടുള്ളത്. അത് ആവർത്തിക്കുകയാണ് ഇറാൻ. പ്രതിഷേധക്കാർക്ക് പിന്നിൽ ഇസ്രയേലും അമേരിക്കയുമാണെന്നാണ് ഇറാൻ നേതൃത്വം ആരോപിക്കുന്നത്. ഈ രാജ്യത്തെ ആക്രമിച്ച അതേ ആളുകളാണ് നിലവിലെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. അവർ തീവ്രവാദികളെ വിദേശത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല. ഈ രാജ്യത്തിന്റെ ഭാഗമായുള്ളവർ പ്രക്ഷോഭത്തിനൊപ്പം ഉണ്ടെങ്കിൽ അവർ പ്രതിഷേധിക്കട്ടെ. അവരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാമെന്നും പെഷസ്കിയാൻ പറയും. از مردم عزیزمون و همان گونه که قبلا بود درخواست اینه که در هر محله اینا جمع شن و اجازه ندن آشوبگری کنن. مردم باید در صحنه باشن. مردم نگرانی دارن، ما با اونا میشینیم و وظیفمونه نگرانی اونا رو حل کنیم. ولی وظیفه بالاتر اینه که اجازه ندیم یه عده آشوبگر بیان کل جامعه رو به هم بریزن. اعتراض حق مردم و ما موظفیم اعتراض اونا رو جواب بدیم. ولی اختشاش و حمله به اماکن عمومی، آتش زدن مسجد، آتش زدن کتاب خدا، یعنی اصلا اینا نقشه است که آمریکا و اسرائیل ഭീകരരിൽ
നിന്നും രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ശക്തികളിൽ നിന്നും അകലം പാലിക്കാൻ പെഷസ്കിയാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇറാൻ പാർലമെന്റിൽ സംസാരിച്ച സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഗ് US സൈന്യത്തെയും ഇസ്രയേലിനെയും ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കി. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ USന്റെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും യുദ്ധക്കപ്പലുകളുമായിരിക്കും ആദ്യം ആക്രമിക്കുകയെന്നാണ് ഖാലിബാഗ് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്ക തുലയട്ടെ എന്ന് പാർലമെന്റിലെ അംഗങ്ങൾ ഒന്നടങ്കം മുദ്രാവാക്യം മുഴക്കുന്നതും വാർത്തകളായി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാനിൽ ആക്രമണമുണ്ടായാൽ ശക്തമായ പ്രത്യാക്രമണം നടത്താനുള്ള നീക്കങ്ങൾ ഭരണകൂടം തുടങ്ങിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചർച്ചയ്ക്കുള്ള സാധ്യതകളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപേ ആക്രമിക്കാനാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കയും ഇസ്രയേലും ആളിക്കത്തിക്കുന്ന പ്രശ്നങ്ങളാണ് ഇറാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 8 വലിയ യുദ്ധങ്ങളാണ് താൻ ഒത്തുതീർപ്പാക്കിയതെന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. തടയുന്ന ഓരോ യുദ്ധത്തിനും നൊബേൽ സമ്മാനം ലഭിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ 8 നൊബേൽ സമ്മാനത്തിന് തനിക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നത് ട്രംപാണ്. ചർച്ചകൾക്ക് അവസരമുണ്ടെങ്കിലും അതിനു മുന്നേ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കുന്നതും ഇതേ ട്രംപ് തന്നെയാണ്. ട്രംപിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സാഹചര്യം. വെനസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയോടും ഭീഷണി മുഴക്കിയിരിക്കുന്ന ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന ട്രംപിനെ ലോകസമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന വ്യക്തിയായാണ് പ്രഖ്യാപിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.